തൊടുമ്പോ മുടിക്കൂടി. ഇതിനാണോ നിന്നെ കൊടരാച്ചത്? കൂട്ടുപോലടി. ഇതിനാണോ നിന്നെ കൊടരാച്ചത്? കഷ്ടപ്പെട്ട് വളർത്തണം ഇതിനാണോ? എന്താ തലയ്ക്ക് പ്രാന്താ? മാറിയേ എന്താ ഇത്? ഇങ്ങനെ തല്ല മാത്രം എന്ത് തെറ്റാ വിളി ചെയ്തേ? അവളോട് ചോദിച്ചു നോക്കണം. എന്താടി? ഒന്നും അറിയില്ല. പച്ചപ്പാവം. ഇങ്ങനെ പഴച്ചു പോകാൻ വേണ്ടിയല്ല ചോര നിരാക്കി ഞാൻ ഈ പെടാപ്പാട് പെടുന്നത്. ഇവിടെ കോളേജിൽ പോണോ പഠിക്കാൻ വേണ്ടിയല്ല. കണ്ട ആമ്പിളരോട് ചുറ്റാനാ. നീ എന്തായി പറയണേ? എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. ഇത്ര മനസ്സിലാക്കിയാ മതി. മോളെ വേഗം കെട്ടിച്ചു വിടാൻ ആലോചിക്ക. ഇല്ലെങ്കിൽ കുടുംബത്തിന് നല്ല പേരുണ്ടാക്കി തരും. നീ പഠിക്കാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാ കൊല്ലു ഞാൻ. എന്റെ മോൾ അച്ഛൻ പറയണ പോലെ കേട്ട് നടക്കണം കേട്ടോ. അച്ഛൻ തല്ലിയത് മോളോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല. അച്ഛനോട് മോക്ക് ഇഷ്ടണ്ടോ? മതി അച്ഛനും മോളും വർത്താനം പറഞ്ഞത്. വന്ന് കിടക്ക്. മോള് പോയി കിടന്നോ? ഉണ്ണിമോൻ ഉറങ്ങിയോ? ഇല്ല. ഉണ്ണിമോൻ അച്ഛൻ്റെ അടുത്ത് വരണോടാ? കുട്ടി വല്ലാണ്ട് പേടിച്ചു. ഇങ്ങനൊരു വേഷം കണ്ടിട്ടില്ലല്ലോ. എല്ലാരും ഊണ് കഴിച്ച് കിടന്നു. നമുക്ക് വല്ലതും കഴിച്ച് കിടക്കണ്ടേ? നീ കഴിച്ചോ? എനിക്ക് വിശപ്പില്ല. സുധയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഹേയ്, തെറ്റവൾക്ക് മനസ്സിലായി. എന്റെ തോളത്തിട്ട് വളർത്തിയ കുട്ടിയാ. വളർന്ന് വലിയ പെണ്ണായതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴും കുട്ടിയാന്നാ എന്റെ വിചാരം. മോളെ, കോളേജിൽ പോണ്ടെന്ന് വലിയേട്ടൻ പറഞ്ഞത് അപ്പളത്തെ ദേഷ്യം കൊണ്ടാ. ഒരു ചീത്തപ്പനുണ്ടായ പിന്നെ വലിയേട്ടൻ ജീവിച്ചിട്ട് എന്താ ഫലം? എനിക്ക് വിഷമേ ഇല്ല. എനിക്ക് മനസ്സിലായി എന്റെ തെറ്റ്. പഠിത്തം മുടക്കണ്ട. നാളെ മുതൽ കോളേജിൽ പോയിക്കോ. വേണ്ട, എനിക്ക് എന്നെ പേടിയാ. ഞാൻ കാരണം ചീത്തപ്പേരുണ്ടാവണ്ട. ഞാൻ ഇനി പഠിക്കണില്ല. അല്ലെങ്കിൽ വേണ്ട. വലിയേട്ടൻ നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിക്കും. എന്റെ മോളുടെ കല്യാണം വലിയേട്ടൻ ആഘോഷമായിട്ട് നടത്തും. ഇങ്ങനെ ഒറ്റക്കൊമ്പലെ കിളിയെ പോലിരിക്കാണ്ട് എല്ലാവരും പകർത്തിന്നിരിക്കും അല്ലേ? മഴ എന്നാലേ നല്ലോണം പെയ്തിരിക്കണ്. കാട് വെട്ടാണ്ടായപ്പോ മഴയും മഞ്ഞും ഒക്കെ കാര്യത്തിനാ. പോന്ന് തോർന്നെങ്കിലും വൈകുന്നേരം ഇനിയും പെയ്യും. പെയ്യട്ടെ പെയ്യട്ടെ, നല്ലോണം പെയ്യട്ടെ. ഏട്ടാ, 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 എന്റെ റിസൾട്ട് വന്നു. ഏട്ടാ, ഞാൻ ജയിച്ചു. ഏട്ടൻ പറഞ്ഞില്ലേ ക്ലാസ് വാങ്ങണമെന്ന്. എനിക്ക് ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ്. ചെയ്തേക്കാ വിജയൻ പരീക്ഷ ജയിച്ചു. അൽഹംദുലില്ലാഹ്. ഏട്ടാ, അച്ഛന്റെ വലിയ ആശയം അത് നടന്നു. അച്ഛൻ ആശിച്ചത് ഏട്ടനെ വക്കീലാക്കണം എന്നല്ലേ? അതെ, ഞാനായാലും നീയാലും ഒന്നു തന്നെയല്ലേ. ഇപ്പോ എന്നോർക്കാ കോടതി പോണ്ടേ? LLB പാസ്സായതുകൊണ്ട് മാത്രം വക്കീലായില്ല. ഇനി സർട്ടിഫിക്കറ്റ് വരണം, ബാർ കൗൺസിൽ എൻറോൾ ചെയ്യണം. എൻറോൾമെന്റിന് ശേഷം അഡ്വക്കേറ്റ് വിജയകുമാരൻ നായർ. ഭഗവാനെ, മത്തായിച്ചോ, മത്തായിച്ചോ, ഇവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്. അത് ഞെക്കിയാ മതിയല്ലോ. മറന്നു. ഇതെവിടെ? ആ, ഇരിക്കി. താനായിരുന്നു. ഞാനൊന്ന് കിടക്കുകയായിരുന്നു. ഊണ് കഴിഞ്ഞാൽ എനിക്കൊന്ന് മയങ്ങണം. എന്താ വിശേഷിച്ച്? എനിക്ക് ഇത്തിരി കാശ് വേണം. കാശൊന്നും ഇരിപ്പില്ലല്ലോ രാഘവന്നാരെ. അയ്യോ, അങ്ങനെ പറയരുത്. എന്റെ അനിയൻകുട്ടി വക്കീലായി. തൃശ്ശൂർ നമ്മുടെ രാമൻകുട്ടി മേന്റെ കീഴിൽ പഠിക്കാനുള്ള ഏർപ്പാടുമായി. അവന്റെ ഒരു സാറ് തന്നെ ശരിയായി കൊടുത്തതാ. പാന്റും കോട്ടും ഗൗണും ഒക്കെ വാങ്ങണേ. എന്റെ ലാണേ 10 പൈസ. എനിക്ക് ഇത്തിരി കാശ് തന്നേ പറ്റൂ. അല്ല രാഘവന്നാരെ, എനിക്ക് കുറച്ച് കാശ് താൻ ഇങ്ങോട്ട് തരാനുണ്ടല്ലോ. അതോ? അതൊക്കെ ഞാൻ തരും. എന്റെ കുറി ഇപ്പൊ വട്ടോത്തും. ഇപ്പൊ നിങ്ങൾ എനിക്കൊരു 5000 ഉറുപ്പ്യ തന്നാ മതി. ആലോചിക്കാനൊന്നുമില്ല. രാഘവൻ നായർ നിങ്ങളെ തട്ടിക്കാൻ പറ്റിക്കൊന്നുമില്ല. അതുകൊണ്ടൊന്നുമല്ല. അന്നാമേ, എന്തോ? ആ മേശയിൽ എന്റെ ബാഗ് ഇരിപ്പുണ്ട്. അതിങ്ങ് എടുത്തോണ്ട് വന്നേ. എന്റെ ബുദ്ധിമുട്ടൊക്കെ തീരും മത്തായിച്ചോ. 2 കൊല്ലാണ്ട് കഴിയട്ടെ. പെങ്ങളും പഠിക്കുന്നില്ലേ? ഉവ്വ്, ഇതിപ്പോ 2ാം കൊല്ല BA ക്ക്.
ഇനിയൊക്കെ അവൻ നോക്കിക്കോളും. ഐ ഒബ്ജക്ട് യുവർ ഓണർ. അസലാവുന്നുണ്ട് നാടൻ കളി. ദേ, അവിടെ വല്യേട്ടൻ കുളിച്ച് കുറിയും തൊട്ട് ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. ഏട്ടനും വരണുണ്ടോ? ഇതുവരെ ഒരുങ്ങിയില്ലേ? വേഗം ഇറങ്ങാൻ പറഞ്ഞു ഏട്ടൻ. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണമെന്ന്. ഞാൻ റെഡി. ഇത് പിടിച്ചേ. എന്താ ഊരിനെ? ഇതൊന്നും ഇടാണ്ടാ പോണേ. പിന്നെ ഈ കോട്ടും ഗൗണും ഇട്ടിട്ടാ ട്രാൻസ്പോർട്ട് ബസ്സിൽ തൂങ്ങി പോകാൻ പോണത്. ആളുകൾ വേതാളെന്ന് വിളിക്കും. ഇതൊക്കെ ഇട്ട് കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. പോകുമ്പോ മടക്കി പെട്ടിയിൽ വെച്ചോളൂ. ഇപ്പൊ ഇതൊക്കെ ഇട്ട് തന്നെ ഇറങ്ങണം. എന്നാ വാ. വാ. അവൻ ഇറങ്ങിടാ. ഏട്ടാ, എന്നെ അനുഗ്രഹിക്കണം. ആദ്യം അച്ഛന്റെ അനുഗ്രഹം വേണം, പിന്നെ അമ്മ. എന്റെ അനുഗ്രഹം എന്നും ഉണ്ടല്ലോ നിനക്ക്. എനിക്ക് അച്ഛനും ഏട്ടനും എല്ലാം എന്റെ ഏട്ടനാണ്. അനുഗ്രഹിക്കണം. ദൂരെ ദിക്കിൽ നിന്നൊക്കെ ഓരോരുത്തർ അന്വേഷിച്ച് വന്നിട്ട് വഴി അറിയാണ്ട് വിഷമിക്കുക. ആ വിഷമം അങ്ങനെ തീർന്നോട്ടെ. എന്തേ മേലെടുത്തതും കൂടെ എഴുതായിരുന്നു നായരെ. ശരിയാ, പറ്റിപ്പോയി. സാരല്ല, കൊല്ലം ഒന്നുകൂടെ കഴിഞ്ഞോട്ടെ. അവൻ സ്വന്തമായിട്ട് കേസെടുത്ത് തുടങ്ങും. അപ്പൊ എന്തായാലും വലിയൊരു ബോർഡ് വെക്കണല്ലോ, അതിലെഴുതാൻ മേലെടുത്തു. ദേ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണിയായിട്ട് നിന്നാ മതി. മനുഷ്യന്മാരെ ജീവന്റെ കാര്യ. ബാക്കി ഒന്ന് തയ്ച്ചാ മതി, തയ്ച്ചിട്ട് കൊലക്കയറി. അത് ശരിയാ. എന്താ അത് ശരി? നിങ്ങളൊക്കെ എന്താ കരുതി എന്റെ അനിയനെ പറ്റി? പേലിട്ടേക്കാ 5-8 മാസല്ലേ ആയുള്ളൂ. കോടതിയിൽ ജഡ്ജിയുടെ മുഖത്തോക്കി മൂപ്പര ചില കാച്ച് കേൾക്കേണ്ടതാ. എന്റെ അനിയനായതുകൊണ്ട് പറയണതല്ല. എന്നാണ് ഞാൻ കണ്ടുപിടിച്ചു. വലിയ ഏതോ കേസിന്റെ വാദ നടക്കുക. എതിർഭാഗത്ത് നമ്മുടെ ഗോവിന്ദയ്യര് കാട്ടൊക്കെ പറക്കണ പോലെ ഇംഗ്ലീഷ് കാച്ചനെ. വിജയൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒരൊറ്റ വാക്ക, ഐ ഒബ്ജക്ട് ഓണർന്ന്. ഗോവിന്ദയ്യര് പിന്നെ പെട്ടിട്ടില്ല. ഇല്ല. രാമൻകുട്ടി മേനെ സ്വന്തം മോനെപ്പോലെയാ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വിളിച്ചോണ്ടു പോകും, ഊണ് കൊടുക്കും. പിന്നെ ചർച്ച തന്നെ ചർച്ച. അയാൾക്ക് വേറെ ഉണ്ടല്ലോ 5-6 ജൂനിയർമാര്. ഒരെണ്ണത്തിനെ വീട്ടിൽ വിളിക്കില്ലല്ലോ. ഇപ്പൊ എന്റെ അനിയനായോണ്ട് പറഞ്ഞല്ല, ആ കോട്ടും കൗണും ഒക്കെ ഇട്ട് നിന്നണ്ടല്ലോ. രാമൻകുട്ടി മേനെ കട്ടിയും കലയാ. അതിപ്പോ കാഴ്ചകൾ ഇങ്ങക്കും ഉണ്ടല്ലോ ഒരു കല. ഇപ്പൊ എന്ത് കലടോ? ഈ പാടത്തും വെലുതൊക്കെ നിന്നിട്ട് ഒക്കെ പോയില്ലേ. ഈ വിജയകുമാരനാരുടെ വീട്? ആ ഇതന്നെ. ഈ വഴി നേരെ അങ്ങോട്ട് ചെല്ലണം, മേലടത്തേക്കാ. അഡ്വക്കേറ്റ് വിജയകുമാരനാരുടെ വീട്? അതന്നെ, മേലേടത്തെ വിജയകുമാരനാര് തന്നെ. ദാ ബോർഡ് വായിച്ചു നോക്ക്. നേരെ അങ്ങോട്ട് പോയാ മതി. അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം, വഴി തെറ്റണ്ട. എന്നാ കൊടുക്കാനൊന്നും ഇല്ലേ? കാച്ചില് പിഴിഞ്ഞതുണ്ട്. കാച്ചിൽ പുഴുങ്ങിയതോ? കൊടുക്കാൻ പറ്റിയ സാധനം. ഞാൻ പറയാറില്ലേ വല്ല കായവറുത്തോ മിക്സറോ വാങ്ങി വെക്കണമെന്ന്. മാന്യമാര് പറഞ്ഞ വീടാണേ. വാങ്ങി കൊണ്ടുവന്നൂടെ? ഇതം കൊടുക്ക. അപ്പൊ ജില്ലാ കമ്മിറ്റിയില് അങ്ങനെ ഒരു ആലോചന വന്നപ്പോ ഞാനൊന്ന് പ്രസ് ചെയ്തു നിങ്ങളുടെ പേര്. അത് അംഗീകരിക്കുകയും ചെയ്തു. പഠിക്കുന്ന കാലത്ത് ഒരു രസത്തിന് എന്തൊക്കെയോ ചെയ്തു എന്നല്ലാതെ എനിക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല. ബന്ധപ്പെട്ട മതിയല്ലോ. പാർട്ടിയുടെ വക്കീലാവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഭാഗ്യ. പാർട്ടിയുടെ കേസുകള്, അനുഭാവികളുടെ കേസുകള്, പത്രങ്ങളിലും മാധ്യമങ്ങളിലും മറ്റും കിട്ടുന്ന പ്രാധാന്യം, സർവോപരി ഒരു ദേശീയ പാർട്ടിയുടെ പിൻബലം, പിന്നെ മിടുക്കുണ്ടെങ്കിൽ പാർട്ടിയുടെ ഉന്നതമായ സ്ഥാനങ്ങൾക്ക് വരാനും പറ്റും. മനസ്സിലായോ? മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ പാർട്ടിയുടെ കേസോ പാർട്ടിയുടെ പിൻബലമോ ഒന്നും എനിക്ക് താല്പര്യമില്ല. നിങ്ങൾ വേറെ ആളെ നോക്കണം. എനിക്ക് വയ്യ. വക്കീൽ സാറേ, കേറി വരുന്ന മഹാലക്ഷ്മി ആട്ടി ഇറക്കരുത്. പാർട്ടിയുടെ വക്കീലായാൽ കാശിന്റെ കൊള്ളയാ. ഇവിടെ ഏറ്റവും അധികം ക്രിമിനൽ കേസ് ഉള്ളത് ഞങ്ങളുടെ പാർട്ടിക്കാ, അതറിയോ? അപ്പോ ക്രിമിനൽസ് ധാരാളം ഉണ്ടെന്ന് അർത്ഥം. അപ്പോ നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലേ? പറഞ്ഞല്ലോ, തീരെ താല്പര്യമില്ല. ആദ്യമായിട്ടാണ് ഒരു വക്കീൽ മുഖത്തടിച്ച പോലെ ഇങ്ങനെ പറയണത്. വാടോ. ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആലോചിക്കാനൊന്നുമില്ല. എനിക്ക് ആവശ്യമില്ല. വിജയകുമാരൻ നായരെ,
നാളെ നിങ്ങൾ ഇതിനു വേണ്ടി ദുഃഖിക്കേണ്ടി വരും. ഓ നാളെ ദുഃഖിച്ചോളാം ചെല്ല്. സാറന്മാരെ ഒന്നും വിചാരിക്കരുത്. എഞ്ചി കണ്ടിട്ട് ആരോ ഈ തുള്ളണേ? മിസ്റ്റർ സൂക്ഷിച്ച് സംസാരിക്കണം. എന്താടാ? ഒന്നുമില്ല. എന്തിനാ അവര് വന്നത്? ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ? അവര് വലിയ നേതാക്കന്മാരാണ് അമ്മേ. അവരൊരു ഉപകാരം ചെയ്യാൻ വന്നപ്പോ അവൻ അത് വേണ്ട. ഏട്ടൻ എന്തറിഞ്ഞിട്ടേ പറയണേ? പാർട്ടിക്കാരെ കുറെ കേസ് കിട്ടുന്നല്ലേ അവര് പറഞ്ഞത്. എന്ത് കേസ്? നക്കാപ്പിച്ച കേസ്. തുടക്കത്തിൽ തന്നെ കുറെ കേസ് കൈ കിട്ടാന്ന് വെച്ചാ ചില്ലറ കാര്യ. അതെ, എനിക്കത് ചില്ലറ കാര്യമാണ്. പാർട്ടിക്കാരുടെ പെറ്റി കേസുകൾ വാദിക്കുന്ന ഒരു മൂന്നാംകിട വക്കീലാവാനല്ല എനിക്കിഷ്ടം. തുടക്കത്തിൽ തന്നെ വലിയ വലിയ കക്ഷികളെ കൈ കിട്ടൂടാ. കിട്ടും. ഏട്ടൻ കണ്ടോളൂ. കണ്ടോമേ, അവന്റെ വർത്തമാനത്തിന്റെയും മുഖഭാവത്തിന്റെയും ഒരു കല. ഞാനൊന്ന് ഇരുത്തി നോക്കിയ ആ ചൂളണ ചെക്കനാ. ഇപ്പൊ മോത്തേക്ക് നോക്കുമ്പോ എനിക്കൊരു ബഹുമാനം. ആയി എന്താ ഇത് പറഞ്ഞ പോലെ സിഗരറ്റ് വലിയും തുടങ്ങിയോ? ഇതിനൊക്കെ ഏട്ടൻ കാശ് തരുന്നുണ്ടല്ലോ ഈശ്വരാ. കാശ് ഒരു പൊതി ബീഡി വാങ്ങാൻ കാശ് തരണമെങ്കിലേ ഇരക്കണം. എന്നിട്ടല്ലേ സിഗരറ്റ്. ഇതാ ചെക്കണ്ടടി. ഏത് ചെക്കൻ? ഇവിടെ കടമ്പാട്ടെ സരോജന മോഹൻലി മൂന്നൻ ആ വന്നിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും തരാൻ ഓരോരുത്തരുണ്ടാവൂലോ. ആ ചെക്കൻ കിഴക്കങ്ങാണ്ടൊരു നാട്ടിലല്ലേടാ ഇപ്പൊ? അതെ, ഗോവിന്ദപുരം പൊള്ളാച്ചിക്ക് അടുത്താ. അവന് തരക്കേടില്ലാത്തൊരു നിലയാ. 8-10 ഏക്കർ സ്ഥലവും ഒരു വീടൊക്കെ ഉണ്ട് അവിടെ. അവൻ കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമായിട്ടാ കഴിയണേ? ആലോചന നടക്കുന്നുണ്ട്. ഞാൻ വെറുതെ ആലോചിച്ചു നമ്മുടെ സുധയുടെ കാര്യം. എനിക്ക് ഈ തറവാട് മഹിമയൊന്നും വേണ്ട. നമ്മുടെ ദിവാകരനെ പോലെ ഒന്നിനും കൊള്ളാത്തവനായിട്ട് എന്താ കാര്യം? അവന് മോഹമുണ്ടെന്ന് എനിക്ക് തോന്നി. തുറന്നു ചോദിക്കാൻ ഒരു പേടി. ഇവിടുത്തെ ഉപ്പും കഞ്ഞും കുറെ തിന്നിട്ടുണ്ടല്ലോ. നമുക്കൊന്ന് ആലോചിച്ചാലോ പോളെ? തെറ്റൊന്നുമില്ല. രാഘവനോടൊന്ന് പറയുന്നേ. ഞാൻ പറയണോ? അല്ലെങ്കിൽ ഓപ്പോള് എന്നെ പറഞ്ഞാ പോരെ? നല്ല നേരം നോക്കി നീ തന്നെ പറഞ്ഞാ മതി. ഓ, ഞാൻ പറയാം. ഇപ്പൊ തന്നെ പറയാം. ഞാനെന്തിനാ പേടിക്കണേന്ന്? ഡേ, ചില നേരത്തൊക്കെ എന്നെ തട്ടിക്കേറിയെങ്കിലും കാര്യമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞാൽ പൂച്ചയാണ് പൂച്ച. സർക്കിട്ടൊക്കെ കഴിഞ്ഞു ആവോ? അല്ല അല്ല, ഞാനേ നമ്മുടെ മൂന്ന് വന്നിട്ടുണ്ട് ഗോവിന്ദാപുരത്തുനിന്ന്. അവനെ കണ്ടിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ. എന്നിട്ട് അവൻ എന്നെ കണ്ടില്ലല്ലോ. ഇന്ന് അവന്റെ സ്ഥലം കാണാൻ ആള് വന്നിരുന്നു. ആ തിരക്കില് എന്നിട്ട് കച്ചവടായോ? ചിലപ്പോ മുറി. ഇതിനാ വിളിക്കണേ? എന്റെ അമ്മയുടെ ഓരോ വിഡ്ഢിത്തരങ്ങളെ. ഞാൻ മുകുന്ദന്റെ ഗോവിന്ദാപുരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേ എന്നോട് ചോദിക്കാണോ അപ്പോളേ ഞാൻ പറഞ്ഞു നീ അറിയണ്ട, അറിഞ്ഞാ ചിലപ്പോ ദേഷ്യപ്പെടുമെന്ന്. അതിന് എന്ത് ചോദിച്ചു എന്നായി പറയണേ? ഏയ് ഒന്നുമില്ല. നമ്മുടെ സുതയ്ക്ക് മുകുന്ദനെ ആലോചിച്ചാലോ ഒന്ന്. അല്ല, ഞാനല്ല ഓപ്പാളെ ചോദിച്ച വിഡ്ഢിത്തരം. അത് നമുക്കൊരു ആലോചനയായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. ചെക്കനല്ലേ ആലോചനയായിട്ട് ഇങ്ങോട്ട് വരണ്ടേ? അല്ല, അത് നമ്മുടെ കുടുംബത്തിൽ കയറി വന്ന് പെണ്ണി ചോദിക്കാൻ അവനൊരു പേടിയുണ്ട്. എന്തിനാ പേടിക്കണേ? അവൻ അസൽ ആൺകുട്ടിയല്ലേ, മണ്ണറിയണോനല്ലേ. അവൻ ആരുടെ മുന്നിലും കയറി ചെന്ന് മുഖത്ത് നോക്കി ചോദിക്കാലോ. ഇത് എങ്ങനത്? അപ്പൊ ഞങ്ങളുടെ പെൺകുട്ടിയെ കണ്ടിട്ട് ബോധ്യമായല്ലോ. ഞാൻ കാണാത്ത കുട്ടിയൊന്നല്ലല്ലോ. ഇങ്ങനെ ഒരു ചടങ്ങിന് തന്നെ ആവശ്യമില്ല. രാഘവേട്ടനോട് നേരിട്ട് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചോദിച്ചിട്ട് അബദ്ധമായി പോയാ എനിക്ക് നാളെ വീട്ടിൽ വരേണ്ടതാണേ. എന്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോലും എനിക്ക് ഇവിടെ കിട്ടുന്ന സ്നേഹവും സ്വാതന്ത്ര്യവും ഇല്ല. അത് ഇല്ലാണ്ടാവുമെന്നായിരുന്നു എന്റെ പേടി. അമ്മാമ്മ സഹകരിക്കുമല്ലോ അല്ലേ? സഹകരിക്കായിരുന്നിട്ട് എന്താ കാര്യം? ഞാൻ അമ്മാമ്മയുടെ വീട്ടിലെ പണിക്കാരനായി നിന്നിരുന്നെങ്കിൽ ഇന്നും എന്നോട് സ്നേഹം ഉണ്ടായേനെ. എന്നെ ചീത്ത പറഞ്ഞ്
ഈ നാട്ടിൽ നിന്ന് ഓടിച്ചത് ഈ രാഘവേട്ടനാ. പിന്നെ കോളേജിലൊക്കെ പോയ ഒരു ആൺകുട്ടി സ്വന്തം വഴി നോക്കാണ്ട് അമ്മാമ്മയുടെ വീട്ടിലെ കന്നിനെ നോക്കി നടന്ന ചീത്ത പറയാണ്ടിരിക്കണ എങ്ങനെയാ? ഇക്കാര്യം അമ്മാമ്മയോട് പറഞ്ഞോ? ഇല്ല, അടുത്ത വരവിന് പറയാം. എന്നിട്ട് ഞാൻ അമ്മാമയെ ഇങ്ങടെ അയക്കാം. എല്ലാം അതിന്റെ ചിട്ടവളത്തിനായിക്കോട്ടെ. എന്നാ പോണേ? ഇന്ന് പോണം.